അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീനിവാസന് വിട നൽകുന്നു സാംസ്കാരിക കേരളം. സംസ്കാരം രാവിലെ 10 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ തൃപ്പൂണിത്തുറയിലെ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടക്കും. പ്രിയതാരത്തിന് അന്തിമോപചാരം അർപ്പിച്ച സിനിമാ ലോകവും സുഹൃത്തുക്കളും ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത്. ഇന്നലെ രാവിലെ കണ്ടനാട്ടെ വീട്ടിലാവട്ടെ, ടൗൺ ഹാളിലാവട്ടെ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തുന്നതായിരുന്നു. KR ഗോപികൃഷ്ണനും S വിജയകുമാറും ചേരുന്നുണ്ട്. കണ്ണാട്ടെ വീട്ടിൽ നിന്ന് ആദ്യം KR ഗോപികൃഷ്ണനിലേക്കാണ്. ഗോപികൃഷ്ണൻ, ഇന്ന് അതിരാവിലെ തന്നെ നമ്മൾ ആദ്യം തന്നെ കണ്ടു ഒരുപാട് പേർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാര്യം. S വിജയകുമാറാണ് ചേരുന്നത്. അതിനുശേഷം ഗോപികൃഷ്ണനിലേക്ക് പോകാം. വിജയകുമാർ, കണ്ടനാട്ടെ വീട്ടിലേക്ക് അതിരാവിലെ തന്നെ ഇന്നലെ രാത്രി വൈകിയും ഒരുപാട് പേർ എത്തിയിരുന്നു. അത് പ്രമുഖരെല്ലാവരും, സിനിമാ മേഖലയിലെ തന്നെ പ്രമുഖർ ഒരുപാട് പേർ രാത്രി വന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ പുലർച്ചെ തന്നെ ഒരുപാട് പേർ അങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടോ? പറയും. സ്മിത, ഹാഷ്മി, നമ്മൾ കണ്ടനാട്ടെ വീടിന് മുന്നിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. തൃപ്പൂണിത്തുറയ്ക്കടുത്ത് ഉദയംപേരൂരിലുള്ള കണ്ടനാട്ടെ അദ്ദേഹത്തിൻ്റെ വീട്ട് വളപ്പിൽ സംസ്കാര ചടങ്ങുകൾ രാവിലെ 10 മണിക്ക് നടക്കും. സ്മിത ചോദിച്ചതുപോലെ ഇന്നലെ രാവിലെയും നമ്മൾ പിന്നീട് ടൗൺ ഹാളിലും ഒക്കെ കണ്ടതിന് സമാനമായ കാഴ്ചയാണ് നമ്മൾ ഈ വീടിൻ്റെ പരിസരത്ത് എത്തുമ്പോൾ കാണുന്നത്. രാവിലെ നോക്കൂ, നിരവധി ആളുകൾ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ, അവർ ഇന്നലെ രാവിലെയും ഇന്നും ഒക്കെയായി വീണ്ടും വീണ്ടും ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടനാട്ടെ ജനങ്ങൾ മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, മറ്റു പല ജില്ലകളിൽ നിന്നൊക്കെ അവരുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ കാണാനെത്തിയ ആൾക്കൂട്ടം തന്നെയായിരിക്കും. ഇന്നലെയും നമ്മൾ കണ്ടതാണ് ഈ കാഴ്ച, അത് തുടരുകയാണ്. സ്മിത, രാവിലെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. വീട്ടുവളപ്പിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി ടൗൺ ഹാളിൽ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരും ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് ഏതാണ്ട് ഒരു 8:30യോടുകൂടി എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട്ടായിരുന്നു ഇന്നലെ. മുഖ്യമന്ത്രി വന്നു. മലയാള സിനിമാ മേഖലയിലെ പ്രമുഖരൊക്കെ തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇന്നലെ രാത്രിയുമൊക്കെയായി. നമുക്കറിയാം, ഈ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അദ്ദേഹവുമായി വലിയ ആത്മബന്ധമുള്ള, ഹൃദയബന്ധമുള്ള ആയിരക്കണക്കിന് ആളുകളാണുള്ളത്. അവർ മുഴുവൻ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഇന്നലെയും ഇന്നുമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടൊക്കെ എത്തിയ പലരും തൃപ്പൂണിത്തുറയിലുമൊക്കെയായി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ രാവിലെ വീണ്ടും ഇവിടെ ശ്രീനിവാസനെ ഒരിക്കൽ കൂടി കാണാൻ എത്തും എന്നറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാട്ടിൽ ഉള്ള ആളുകളുടെ സാന്നിധ്യം തന്നെയാണ്. ഇന്നലെ ഈ മരണ വാർത്ത, ഈ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ ഇവിടെ ഈ പ്രദേശത്തുള്ളവരുടെ വലിയ ഒരു പ്രവാഹം തന്നെ എന്ന് പറയാം ഈ വീട്ടിലേക്ക് വന്നതാണ്. നമ്മൾ ഈ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴി, ആ വഴി നിറഞ്ഞായിരുന്നു. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 8 മണിയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മടങ്ങുന്ന സമയത്തും അത്രയും വലിയ ആൾക്കൂട്ടം ഈ വീടിൻ്റെ പരിസരത്തേക്കുണ്ടായിരുന്നു. ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇപ്പോൾ അന്ത്യനിദ്രയിലാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഏറെക്കാലം പങ്കുവെച്ച ഈ കണ്ടനാട്ടെ വീട്, ഈ വീടിൻ്റെ പരിസരത്ത് അപ്പുറത്തോട്ടൊക്കെ പോയാൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളാണ്. അദ്ദേഹം നേരിട്ട് നോക്കി നടത്തിയ കൃഷിയിടങ്ങൾ, അദ്ദേഹത്തിൻ്റെ കർഷക കൂട്ടായ്മകൾ, അദ്ദേഹത്തിൻ്റെ ഹരിത പരീക്ഷണങ്ങളുടെയൊക്കെ പരീക്ഷണശാലയൊക്കെ ആയിരുന്ന കൃഷിഭൂമിയൊക്കെയാണ് ഈ വീടിന് അപ്പുറത്തെ ഭാഗത്ത്. ഇവിടെ കർഷകരെയൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹം ഈ കർഷക കൂട്ടായ്മകളും പാടശേഖര സമിതികളുമൊക്കെ ഉണ്ടാക്കിയാണ് ഇവിടെ ഈ നാടിൻ്റെ ഭാഗമായി നിന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരുമായി വലിയ ആത്മബന്ധമുണ്ട്. സാധാരണക്കാരായ ആളുകളുടെ ഒരു വലിയ കൂട്ടമാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയത്. ഇന്നലെ ടൗൺ ഹാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കണ്ടനാടേക്ക് തിരികെ എത്തുമ്പോൾ ഇവിടെ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് പുതിയകാവ് ഭാഗത്ത് കുറേയധികം തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ, വ്യത്യസ്ത പാർട്ടികളിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ട്രേഡ് യൂണിയനുകളുള്ള തൊഴിലാളികൾ അദ്ദേഹത്തെ കാണാൻ റോഡരികിൽ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നൂറുകണക്കിന് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരൊക്കെ പറഞ്ഞത് അവരുടെയൊക്കെ ജീവിതത്തിലെ പല ഏടുകളും ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിലൂടെ അഭ്രപാളികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച പല കഥാപാത്രങ്ങളും അങ്ങേയറ്റം സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നു. അവരുടെ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളുടെയും ഒക്കെ ജീവൻ നൽകിയത് അവരൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏടുകളായിരുന്നു ശ്രീനിവാസൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭങ്ങളും അദ്ദേഹം അഭ്രപാളികളിൽ എത്തിച്ച നടന വൈഭവങ്ങളും ഒക്കെ. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ കാണാനെത്തുന്നത്, അവരുടെ കഥ പറഞ്ഞ ഒരു ചലച്ചിത്രകാരൻ നമ്മളുടെ കൂടെ ഇല്ല എന്ന വലിയ ഹൃദയവേദനയോടുകൂടി തന്നെയാണ് അവരെത്തുകയും ചെയ്യുന്നത്. 10 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇപ്പോൾ കുടുംബാംഗങ്ങൾ മാത്രമാണ്
അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളത്. നേരത്തെ അറിയിച്ചിരുന്നു കുടുംബാംഗങ്ങൾക്ക് മാത്രമായി കുറച്ച് സമയം ശ്രീനിവാസൻ അവരുടെ കൂടെ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ മാധ്യമങ്ങളൊക്കെ പുറത്ത് മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നിയും മക്കളും അടുത്ത ബന്ധുക്കളും ഒക്കെയാണ് ആ വീട്ടിൽ ഇപ്പോഴുള്ളത്. അവരുടെ കൂടെയാണ് ശ്രീനിവാസൻ ഉള്ളത്. ഇനി ഒരു മടങ്ങിവരവ് തിരിച്ചുവരവില്ലാത്ത മടക്കയാത്ര. ശ്രീനിവാസൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മരിക്കാൻ വളരെ എളുപ്പമാണ്, ഏതു മണ്ടനും പെട്ടെന്ന് മരിക്കാം എന്നാണ്. മരണത്തെപ്പറ്റി ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഏതു മണ്ടനും പെട്ടെന്ന് മരിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം തന്നെ. അത് എന്താണ്, അത് മരണം അത്രത്തോളം എളുപ്പം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ മരണത്തെ അദ്ദേഹം തോൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താണ് വളരെ ഗുരുതരാവസ്ഥയിലെത്തുകയും അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നു എന്നൊക്കെ തോന്നുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ച് പോരാടി മരണത്തെ അത്ര വലിയ സംഭവമാകണ്ട എന്നടക്കമുള്ള കാര്യങ്ങൾ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.